സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നടക്കം പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിച്ചുകൊണ്ടിരുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ അതിൻ്റെതായ ഓളം ചേലക്കരയിലും ഉണ്ടാക്കാം. അങ്ങനെ LDFനെ പരാജയപ്പെടുത്താം എന്ന കണക്കുകൂട്ടലായിരുന്നില്ലേ നിങ്ങൾക്കുണ്ടായിരുന്നത്? പക്ഷേ എന്തായി? ഇതാണ് നാം കാണേണ്ട വസ്തുത. എല്ലാ വിഭാഗത്തെയും നിങ്ങൾ അണിനിരത്താൻ നോക്കിയല്ലോ. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലുള്ള എല്ലാവരെയും ഒന്നിച്ച് അണിനിരത്തി SDPIയെ വലിയ തോതിൽ രംഗത്തിറക്കി LDFനെ പരാജയപ്പെടുത്താം എന്നതായിരുന്നില്ലേ കണക്കുകൂട്ടല്? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ LDFനോടൊപ്പം എത്ര കണ്ട് ഭദ്രമായി അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. ജയപരാജയത്തിന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ 3 മണ്ഡലങ്ങളിൽ LDF 3-ാം സ്ഥാനത്തായിരുന്നു. അത് മഞ്ചേശ്വരത്തും കാസർഗോഡും പാലക്കാടുമായിരുന്നു. ആ പാലക്കാട് സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഞങ്ങളുടെ നില വല്ലാതെ അങ്ങ് ശോഷിച്ചു പോയാലാണ് ഞങ്ങൾക്ക് വലിയ ക്ഷീണം സംഭവിച്ചു എന്ന് പറയാൻ പറ്റുക. പക്ഷേ കാണാൻ നമുക്ക് സാധിക്കുക പാലക്കാട്ട് LDFന്റെ വോട്ട് വീതം കുറയല്ല ചെയ്തത്. UDF ജയിച്ചിട്ടുണ്ട്. നേരത്തെ UDF ആണ് ജയിച്ചത്. കഴിഞ്ഞ കുറച്ച് കാലമായി UDF ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ LDFന്റെ വോട്ട് വീതം നല്ല നിലയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതാണ് പാലക്കാട് ഉണ്ടായത്.